ഈ ഒരു കേസിൽ ദീപക് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും പെൺകുട്ടിക്കെതിരെ കേസ് ഉണ്ടാവരുത് എന്നാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ ദേ ഈ ഉള്ള പോസ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇനി വരുന്ന ബസ്സുകളും ഇപ്പോൾ ഉള്ള ബസ്സുകളും ദേ ഈ രീതിയിലാക്കണം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വീണ്ടും പെൺകുട്ടികളോടാണ് പറയുന്നത്, ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്രൈമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുക, പോലീസിനോട് പറയുക, അധികാരികളിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് കേസോ കാര്യങ്ങളോ ഒന്നും തുടങ്ങുന്നതിന് മുമ്പ് നേരെ മുഖം പോലും മറച്ചു വെക്കാണ്ട് ആ വീഡിയോ എടുത്ത് നേരെ സോഷ്യൽ മീഡിയയിൽ ഇടരുത്. മുന്നോട്ടായാലും പലരും ആ ഒരു വീഡിയോ തന്നെ പലരും പെട്ടിട്ടുണ്ടാവും. അവരുടെ മുഖം, അവരുടെ ഐഡന്റിറ്റി, അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ഉണ്ട്. സോ അവരൊക്കെ ഒന്ന് കംപ്ലൈന്റ് കൊടുത്താൽ ആ ഒരു വീഡിയോയുടെ കേസിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ അകത്ത് പോവുകയോ അല്ലെങ്കിൽ ഫൈനൊക്കെ വരികയോ ചെയ്യും. നാട്ടിൽ ആ പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ദുബായിൽ അങ്ങനെയല്ല. വീഡിയോ എടുത്ത പെൺകുട്ടി വരെ ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്നതാണ്. ആ വീഡിയോ പരിപാടി ഇവിടെ ദുബായ് നടക്കത്തില്ല എന്നുള്ളത് പുള്ളിക്കാരത്തേക്ക് നന്നായിട്ട് അറിയാം. സോ മുന്നോട്ടായാലും ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടായിരിക്കണം. നാളെ ഒരു കുടുംബം ഇല്ലാതാക്കുന്ന ഒരു വീഡിയോ ആവരുത് നിങ്ങൾ എടുക്കുന്നത്. അതേപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അത് അധികാരികളിലേക്ക് എത്തിക്കും. വാ തുറന്ന് സംസാരിക്കാൻ പഠിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ സംസാരിക്കാൻ പഠിക്കും. ആ നിമിഷം അവിടെ ഉള്ളവരുമായി പങ്കുവെക്കാൻ പഠിക്കും. ആ വ്യക്തിനോട് നേരിട്ട് സംസാരിക്കാൻ പഠിക്കും. എന്താണ് പറ്റി, അറിയാണ്ട് സംഭവിച്ചതാണോ, മനഃപൂർവ്വം, എങ്ങനെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ബസ്സാണ്, ബ്രേക്ക് ഔട്ടുമ്പോൾ മുന്നോട്ടും പുറകോട്ടും പോകും. ഒറ്റ നിന്ന നിപ്പിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല ബസ്സിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടും. തൊട്ടടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ തോളത്ത് മുട്ടും, ശരീരത്ത് മുട്ടും. അത് മനഃപൂർവ്വം ആയിരിക്കത്തില്ല. സോ അത് മനസ്സിലാക്കുക. എന്നിട്ട് വീഡിയോ എടുക്കലും അത് പോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കും. ഇതിനകത്ത് സത്യാവസ്ഥ ഇല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ വീഡിയോ പോലെ പല കുടുംബങ്ങളും ഇനി മുന്നോട്ട് തകർക്കപ്പെടും. മുന്നോട്ട് വാ തുറന്ന് സംസാരിക്കാൻ പഠിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം.